രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ദിവ്യമായ പുണ്യമായിട്ടുള്ള ആ രാമായണ മാസത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ കഥകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 1-ാം തീയതി കർക്കിടക മാസം 1-ാം തീയതി ആരംഭിച്ചു. ഇന്നിപ്പോൾ നമ്മൾ യുദ്ധകാണ്ഡത്തിൽ എത്തി നിൽക്കുകയാണ്. ഓരോ ദിവസത്തെയും കഥകൾ കേൾക്കുന്നതിനനുസരിച്ച് ആ ഭക്തജനങ്ങൾ ധാരാളം അമ്മമാർ, സഹോദരിമാർ, അതുപോലെ തന്നെ അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, പിതൃതുല്യരായിട്ടുള്ളവരെല്ലാവരും ഓരോരോ നാമങ്ങൾ ഭഗവാന്റെ ആ കമൻ്റായിട്ട് എഴുതിയിടുന്നുണ്ട്. അത് മറ്റുള്ളവർ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഭഗവാന്റെ ഒരു സ്മരണ, ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് ഉണ്ടാകാൻ അതൊരു കാരണമാണ്, ഒരു നിയോഗമാകും. എല്ലാവരും ആ ഭഗവാന്റെ കഥ കേൾക്കുക. ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലേക്ക്. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ യുദ്ധകാണ്ഡം ആരംഭം. ഭഗവാൻ മഹാദേവൻ, ലോകപിതാവായിട്ടുള്ള മഹാദേവൻ, ലോകമാതാവായിട്ടുള്ള അമ്മ പാർവതി ദേവിയോട് കഥ പറയുകയാണ്. ദേവി, അങ്ങ് കേൾക്കൂ. ആ ശ്രീരാമചന്ദ്രൻ, ആ ഭുവനത്തിൻ്റെ മുഴുവൻ നായകനായിട്ടുള്ള, ആ താരക ബ്രഹ്മാത്മകനായിട്ടുള്ള, കരുണാകരനായിട്ടുള്ള, കരുണാമൂർത്തിയായിട്ടുള്ള ആ ഭഗവാന്റെ കഥ നീ കേൾക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പറയുകയാണ്, മഹാദേവൻ പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ആ മാരുതി, ആ ഹനുമാൻ ഇവിടെ വന്ന് ശ്രീരാമൻ പറയുകയാണ്, ശ്രീരാമചന്ദ്രൻ മഹാപ്രഭു പറയുകയാണ്, ആ മാരുതി ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. 100 യോജനയുള്ള ഒരു സമുദ്രമൊക്കെ ചാടിക്കടക്കുക എന്നുള്ളത്. മാത്രമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടോ ആ രാക്ഷസ വീരന്മാരെ മുഴുവൻ കൊന്നു. മാത്രമല്ല, ആ ലങ്ക അഗ്നിക്കിരയാക്കി. ഇതൊക്കെ എന്തൊരു വിസ്മയമാണ്, എന്തൊരു അത്ഭുതമാണിത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? സത്യം പറഞ്ഞാൽ ഇതുപോലൊരു ഭൃത്യന്മാരുണ്ടെങ്കിൽ, ഇത്തരം സേവകന്മാരുണ്ടെങ്കിൽ പിന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. ഇനി മാത്രമല്ല, എന്നെയും അതുപോലെ ഈ സൂര്യവംശത്തെ തന്നെ ലക്ഷ്മണനെയും അതുപോലെ തന്നെ ഈ സുഗ്രീവനെയൊക്കെ ഈ ഹനുമാൻ തന്നെ രക്ഷിക്കും, പരിപാലിക്കും എന്ന് പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഘോര മകരമത്സ്യങ്ങളും അതുപോലെ തന്നെ വലിയ മുതലകളും ഒക്കെയുള്ള ഈ ഒരു സമുദ്രം നമ്മൾ കടന്നു പോയിട്ട് എങ്ങനെയാണ് സീതയെ വീണ്ടെടുക്കുന്നത് എന്ന് ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ സുഗ്രീവനോട് പറയുകയാണ്. അപ്പോൾ രാമവാക്യം കേട്ടിട്ട് ആ സുഗ്രീവൻ പറയുകയാണ്, അങ്ങ് വിഷമിക്കാതിരിക്കൂ. അപ്പോൾ ഇവിടെ രാമനൊരു സാധാരണ മനുഷ്യൻ്റെ തലത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. വാൽമീകി രാമായണത്തിലെ രാമൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ, മനുഷ്യൻ്റെ ആ ഒരു ഭാവം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. പറയാണ്, സുഗ്രീവൻ പറയാണ്, ഭഗവാനെ, ഈ സമുദ്രം മുഴുവൻ നമ്മൾ ലംഘനം ചെയ്യും, എന്നിട്ട് രാവണനെ കൊല ചെയ്ത് ദേവിയെ വീണ്ടെടുക്കും തീർച്ച. അതുകൊണ്ട് അങ്ങ് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ച് ഇങ്ങനെ വിഷമിക്കാതെ എന്ന് പറയുകയാണ്. ആർക്കും ഈ വാനരന്മാരുടെ മുമ്പിൽ ജയിക്കാൻ സാധിക്കുകയില്ല. അത്ര ശൂരന്മാരാണ് ഈ വാനര സഞ്ചയം, അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വാനര സഞ്ചയം. അങ്ങ് പറയുകയാണ്, ഇതിലൊരു വാനരൻ്റെ അടുക്കൽ അങ്ങ് പറയുകയാണ്, തീയിലേക്ക് ചാടാൻ പറഞ്ഞാൽ
അവൻ പിന്നെ ആവട്ടെ എന്ന് ചൊല്ലുകയില്ല, പറയുകയില്ല. അവനുടൻ തന്നെ ചാടിയിരിക്കും. അത്ര സ്വാമി ഭക്തിയാണ് ഇവർക്ക്. അതുകൊണ്ട് അങ്ങ് ഈ സമുദ്രത്തിനെ തരണം ചെയ്യുന്നതിനുള്ള ഒരു വഴി ആലോചിക്കൂ എന്ന് പറയുകയാണ്. നമ്മൾ ഈ സമുദ്രം തരണം ചെയ്ത് ലങ്കയിൽ ചെന്നാൽ അങ്ങ് കൂട്ടിക്കോളൂ, രാവണൻ വധിച്ചു അഥവാ രാവണനെ വധിച്ചു എന്ന് തന്നെ കൂട്ടിക്കോളാൻ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങ് ഒരസ്ത്രമെടുത്ത് ഈ ജലധിയെ, ഈ ജലത്തിനെ ഇല്ലാതെയാക്കൂ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ തൊഴുത് ആ സുഗ്രീവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലങ്കാവിവരണം, ലങ്കയെക്കുറിച്ചൊരു വിവരണം വിശദീകരിച്ച് ഒന്ന് പറയാനായിട്ട് ഭഗവാൻ ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്. അപ്പോൾ പറയാണ്, കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. അതിനകത്ത് കോട്ടമതിലുകൾ, കിടങ്ങുകൾ ഇതെല്ലാം നീ കാട്ടിത്തരണം. എന്തുകൊണ്ട്? വാക്കുകൾ കൊണ്ട് തന്നെ എനിക്കത് പറഞ്ഞു തരണം നന്നായിട്ട്. അങ്ങനെ വാതാത്മജൻ തൊഴുതുകൊണ്ട് പറയുകയാണ്. ആ സമുദ്ര കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയാണ് ആ ത്രികൂടാചലം എന്ന പർവ്വതം. ആ പർവ്വതത്തിൻ്റെ മുകളിലായിട്ട് ലങ്കാപുരം, അതായത് പ്രാണഭയമില്ലയാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. അത് കനകവിമാനത്തിന് തുല്യമായിട്ടുള്ള ഒരു കൊട്ടാരമാണ്, ഒരു പുരിയാണ് ലങ്കാപുരം എന്ന് പറയുന്നത്. അവിടെ ആർക്കും പ്രാണഭയമൊന്നുമില്ല. 700 യോജനയാണ് ഈ ലങ്കാനഗരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അതിൻ്റെ മതിലുകൾ പോലും സ്വർണങ്ങളാൽ നിർമ്മിതമാണ്. 4 പുരങ്ങളുണ്ട്. അതിൽ 7 നിലകളാണ് ഓരോ പുരത്തിനും ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ പുരത്തിനും പ്രത്യേകം മതിലുകളുമുണ്ട്. അങ്ങനെ ഓരോ ഗോപുരം കാക്കുന്നതിന് വേണ്ടിയിട്ടും 1,00,000-ലധികം 100,000-ലധികം കപിവീരന്മാരുമുണ്ട്. ദക്ഷിണ ഗോപുരത്തിലും പശ്ചിമ ഗോപുരത്തിലും ഉത്തര ഗോപുരത്തിലും അങ്ങനെ എല്ലാ ഗോപുരങ്ങളും ഗോപുരം കാക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് നിശാചരന്മാർ കാവൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മന്ത്രിസഭ കൂടാനുള്ള അന്തഃപുരമുണ്ട്. അതിനും പ്രത്യേകം കാവൽക്കാരുണ്ട്. ഭോജനശാലയുണ്ട്, നാടകശാലയുണ്ട്, നടപ്പന്തലുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ശാലകളുണ്ട്, മദ്യപാനത്തിനുള്ള ശാലകളുണ്ട്. അപ്പോൾ ഇത്രയും ഗംഭീരമാണ് ഈ ലങ്കാപുരം എന്ന് വർണ്ണിക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തും ആ ലങ്കയിൽ ഞാൻ ദേവിയെ, അമ്മയെ തിരഞ്ഞു. അവസാനം മൽ പിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. എൻ്റെ പിതാവ്, എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, ആ പുഷ്പകോദ്യാനത്തിൽ ദേവി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ദേവിയെ കണ്ടു, കൈകൂപ്പി തൊഴുതു. അങ്ങ് തന്ന ആ ഒരു അങ്കുലീയം, രാമമുദ്രാങ്കിതമായിട്ടുള്ള ആ അങ്കുലീയം ഞാൻ ദേവിക്ക് കൊടുത്തു. എന്നിട്ട് പകരമായിട്ട് ചൂടാരത്നവും ഒരടയാളവാക്യവും കേട്ടു തിരിച്ച് ഇങ്ങോട്ട് പോന്നു. പോരുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള ആ ആരാമം, ആ ഉദ്യാനമെല്ലാം ഞാൻ തകർത്തു. ആ വീരന്മാരെയൊക്കെ ഞാൻ ക്ഷണേന കൊന്നു. കൂടാതെ ആ രക്ഷോവരാത്മജനാകിയ, അതായത് ആ രാവണന്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെയും ഞാൻ വധിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഭഗവാനെ ആ ലങ്കാപുരത്തിലുള്ള 1/4 സൈന്യത്തിനെ തീർത്തിട്ട് കാലപുരിക്ക് അയച്ചിട്ടാണ് ഭഗവാനെ അവിടുന്ന് ഞാൻ ഈ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയാണ്. മാത്രമല്ല അവിടെ നിന്ന് ഞാൻ രാവണന് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും അവന് ദേഷ്യം സഹിക്കവയ്യാതെയായി. അപ്പോൾ അവൻ ഭൃത്യന്മാരോടായിട്ട് പറഞ്ഞു, എന്നെ വേഗം വധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടതും വിഭീഷണൻ, അവൻ്റെ അനുജനായിട്ടുള്ള വിഭീഷണൻ പറഞ്ഞു, തടുത്തു. ഇത് കൊല്ലുമാറില്ല ദൂതരെ ആരുമേ, ദൂതന്മാരെ ആരും കൊല്ലാറില്ല.
ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ, രാജധർമ്മങ്ങളൊക്കെ അറിയുന്നവരാരും ഈ ദൂതനെ വധിക്കുകയില്ല. അങ്ങനെ വധിച്ചാൽ അത് നിന്റെ കീർത്തിക്ക് ഹാനിയാകും രാവണ. അതുകൊണ്ട് കൊല്ലാതെ ഒരടയാളം മാത്രം ആയിട്ട് തിരികെ വിടുമെന്ന് പറയുകയാണ്. അപ്പോഴാണ് ദശാനനൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ വാലിന് തീ കൊളുത്താൻ പറയുകയാണ്. വാലിന് അപ്പോൾ വാല് മുഴുവൻ തിരുചുറ്റി ലങ്കാപുരത്തിലുള്ള തിരശ്ശീല മുഴുവൻ കൊണ്ട് ചുറ്റിയിട്ടും ഹനുമാൻ സ്വാമിയുടെ വാല് പിന്നെയും മിച്ചം കിടക്കുകയാണ്. അതിനുശേഷം എണ്ണയൊഴിച്ചു. ലങ്കാനഗരത്തിലുള്ള സകലമാന കൊട്ടാരത്തിലുള്ള എണ്ണ മുഴുവൻ ഒഴിച്ചു, മതിയാകുന്നില്ല. വീടുകളിലുള്ള എണ്ണകൾ മുഴുവൻ കൊണ്ടുവന്ന് ഒഴിച്ചു. ഇനി ആ നഗരത്തിലെ എണ്ണയെന്ന് പറഞ്ഞൊരു വംശം തന്നെ ഇല്ല. അപ്പം അങ്ങനെ ആ എള്ളെണ്ണ മുഴുവൻ ഒഴിച്ച് കത്തിച്ചു. അപ്പോൾ ആ എൻ്റെ വാലിൻ്റെ പുച്ഛത്തിൽ അഗ്നി കൊളുത്തി. അപ്പോൾ ഞാൻ 700 യോജന ലങ്കാപുരം മുഴുവൻ ഞാൻ ചുട്ടുപൊട്ടിച്ചു. ഞാൻ എല്ലാവരും കത്തിച്ചു കളഞ്ഞു. അതിൽ ഒരു വീടൊഴികെ, ഒരു കൊട്ടാരമൊഴികെ, ആ വിഭീഷണൻ്റെ കൊട്ടാരമൊഴികെ ബാക്കി എല്ലാം ഞാൻ അഗ്നിക്കിരയാക്കി അഗ്നിദേവന് സമർപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം അതുപോലെ തന്നെ ഞാൻ അവിടെയുള്ള ആ സൈന്യങ്ങളെ, നക്തഞ്ചരന്മാരെ, രാക്ഷസന്മാരെയൊക്കെ എനിക്ക് യുദ്ധത്തിന് വന്നു. അവരെ എല്ലാവരെയും ഞാൻ കാലപുരത്തിന് അയച്ചു ഭഗവാനെ എന്ന് പറയുകയാണ്. തുടർന്ന് യുദ്ധയാത്രയാണ്. അപ്പോൾ ഭഗവാൻ ആ അഞ്ജനാനന്ദൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് വളരെ കൗതുകം പൂർവം സുഗ്രീവനോട് പറയുകയാണ്, ഇപ്പോൾ വിജയ മുഹൂർത്ത കാലമാണ്. നക്ഷത്രം ഉത്രമാണ്, വിജയപ്രദമായിട്ടുള്ള നക്ഷത്രമാണ്. അതുപോലെ തന്നെ ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ട്. എൻ്റെ വലത്തെ കണ്ണുകൾ സ്ഫുരിക്കുന്നുണ്ട്, ചിമ്മുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിജയപ്രദമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് സൈന്യാധിപനായിട്ട് നീലൻ നിൽക്കണം, മഹാബലവാനായിട്ടുള്ള നീലൻ നിൽക്കണം. സൈന്യത്തിൻ്റെ അധിപൻ നീലനായിരിക്കണം. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിമ്പടയും പരിപാലിച്ചു കൊള്ളുവാൻ. പിന്നെയോ വമ്പരാ വാനരന്മാരെ നിയോഗിക്കാൻ രംഭപ്രമാദി പ്രമുഖന്മാരായുള്ളവർ എന്ന് പറയുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? പ്രമുഖന്മാരായിട്ടുള്ളവർ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സംരക്ഷിക്കണമെന്ന് പറയുകയാണ്. ഞാൻ മുമ്പിലുണ്ടാകും, ഹനുമാന്റെ കണ്ഠത്തിൽ ഞാൻ ഉണ്ടാവും, എൻ്റെ പിമ്പയായിട്ട് സുമിത്രാത്മജനും ഉണ്ടാകും. അതായത് ലക്ഷ്മണൻ അംഗദൻ്റെ കണ്ഠത്തിലായിട്ട്, കഴുത്തിലായിട്ട് ലക്ഷ്മണനും ഉണ്ടാവും എന്ന് പറയുകയാണ്. അതുപോലെ സുഗ്രീവൻ എപ്പോഴും എൻ്റെ സമീപത്ത് തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയുകയാണ്. ഇത് പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരുടെയൊക്കെ പേര് പറയുകയാണ്. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, ശൂര്യസമാനം, മൈന്ദൻ, വിവിധൻ, അങ്ങനെ എല്ലാ പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെ ആ പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരോ, നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, അങ്ങനെ എല്ലാവരുമായിട്ട് ചേർന്ന് അവരോടൊപ്പം കോടിക്കണക്കിന് വാനര സൈന്യവും കൂടെ വരുന്ന സമയത്ത് ആ ഭഗവാൻ ഹനുമാന്റെ കഴുത്തിലും, ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ ഹനുമാന്റെ കഴുത്തിലും, അതുപോലെ തന്നെ അംഗദന്റെ കഴുത്തിലായിട്ട് ലക്ഷ്മണസ്വാമിയും ഇരിക്കുന്നത് കാണുമ്പോൾ സൂര്യചന്ദ്രന്മാർ നക്ഷത്രങ്ങളുടെ ഇടയിൽ പ്രകാശിക്കുന്നത് പോലെയാണ് ദേവന്മാർക്കും എല്ലാ ജനങ്ങൾക്കും തോന്നിയത്. അങ്ങനെ ആർത്ത് വിളിച്ച് അവര് ആ മർക്കട സഞ്ചയം ഒരുമിച്ച് രാക്ഷസരാജ്യം തേടി വരികയാണ്. അങ്ങനെ ആ ഭൂമി മുഴുവൻ വാനരപ്പടയെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ അവരെ ചാടിയും ഓടിയും ഓരോ വനങ്ങൾ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കുകയും, അങ്ങനെ അവിടെ ഓരോരോ ഭക്ഷണങ്ങൾ, പക്വഫലങ്ങളൊക്കെ എടുത്ത് ഭുജിക്കുകയും, അങ്ങനെ അവർ ആ ദക്ഷിണ സിന്ധു തന്നെ ഉത്തരതീരവും, അങ്ങനെ സിന്ധു തന്നെ ഉത്തരതീരത്തിലെത്തി, മഹേന്ദ്രാചലത്തിലെത്തി.
ഭഗവാൻ ആ സമയമായപ്പോഴത്തേക്കും ആ മാരുതിയുടെ കണ്ഠത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അതുപോലെ തന്നെ ലക്ഷ്മണൻ അംഗദൻ്റെ കഴുത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അങ്ങനെ ആ വാരുതി തീരം പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. സൂര്യദേവനായിട്ട് ഭഗവാൻ സന്ധ്യാവന്ദനം ചെയ്തു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇനി നമ്മളെങ്ങനെയാണ് ഈ സമുദ്രത്തെ നമ്മളെങ്ങനെ തരണം ചെയ്യും? അതിനു മുമ്പായിട്ട് നീലനോട് പറയുകയാണ്, നമ്മൾ ഈ സമയത്ത് രാക്ഷസന്മാരുടെ ഒരു സമയമാണ്. ഈ സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വാനരന്മാരെയൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം നീലൻ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും മായകളൊക്കെ കാട്ടി നമ്മുടെ വാനരന്മാരെയൊക്കെ വധിക്കും എന്ന് പറയുകയാണ്. അതുകൊണ്ട് നീല, നീ അത് ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ വാനരന്മാർ അവിടെ വന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, വാനരവൃന്ദവും മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്ക ചക്രവും ഘഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നതരംഗാഢ്യമഗാധം ഇതു തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഈ സമുദ്രം, ഈ നക്രങ്ങളും ഘോരമകര മത്സ്യങ്ങളും ഈ മുതലകളൊക്കെയുള്ള ഈ സമുദ്രം നമ്മളെങ്ങനെ തരണം ചെയ്യും ഭഗവാനെ? ഇതെങ്ങനെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ രാവണനെ വധിക്കുന്നത്? നമുക്ക് ഇതപ്പുറത്ത് കടക്കണ്ടേ? ഇതെങ്ങനെ ചെയ്യും? ഇതെങ്ങനെയാണ് ഈ സമുദ്രത്തിനെ നമ്മൾ തരണം ചെയ്യുന്നത് എന്ന് ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് ആ വാനരന്മാരെല്ലാവരും കൂടി സംസാരിക്കുന്നു. അപ്പോൾ ഭഗവാന് എന്താ പറയുക, അജ്ഞാനമൊന്നും ഇല്ല ഭഗവാൻ, അല്ലേ? ഭഗവാനെങ്കിലും അജ്ഞാനികളെ പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇവരെ ലോകത്തിനെ കാണിക്കുന്നതിന് വേണ്ടി ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ ഒരു അജ്ഞാനിയെ പോലെ ഒരു കരയുകയാണ്, ഒരു ദുഃഖം അനുഭവിക്കുകയാണ്. ഭഗവാന് ദുഃഖവും സുഖവും ഇതൊന്നും ഭഗവാന് പ്രശ്നമല്ല. ഭഗവാൻ ധർമ്മമൂർത്തിയായിട്ട് ധർമ്മം പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാമൻ്റെ വേഷത്തിൽ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്ത അവതാരമായിട്ട് ബലരാമൻ്റെ വേഷത്തിൽ വരും, അടുത്ത അവതാരമായിട്ട് ശ്രീകൃഷ്ണൻ്റെ വേഷത്തിൽ വരും. ഇതിന് മുമ്പത്തെ അവതാരമായിട്ട് ഭഗവാൻ പരശുരാമൻ്റെ വേഷത്തിൽ വന്നു. അവ എന്താണോ അവതാര ഉദ്ദേശം അത് നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ ലക്ഷ്യം. അപ്പം അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അങ്ങനെ ലോകത്തെ അഭിനയിച്ച് കാണിക്കും. പക്ഷെ ധർമ്മം പുലരണം, ഇവിടെ ധർമ്മമുണ്ടാകണം, ധർമ്മിഷ്ഠന്മാർ ഇവിടെ ഭരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ലോകനായകന്മാർ ഇങ്ങനെ അസ്ത്രവും ചാപവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ആ വാനരന്മാരോട്, കരയുന്ന വാനരന്മാരോട് ഭഗവാൻ പറയുകയാണ്, ആലോചനയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാവണൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ രാവണൻ സീതാദേവിയും കൊണ്ട് ലങ്കയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം പോലും യഥാർത്ഥത്തിൽ രാമൻ അറിയില്ല എന്നുള്ളതായിരുന്നു രാമൻ ഒരു ആത്മവിശ്വാസം. അപ്പോൾ ഇപ്പോൾ രാമൻ പതുക്കെ രാമനൊരു ടെൻഷനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ആശങ്ക വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാരുടെ ഒരു യോഗമൊക്കെ വിളിച്ചു കൂട്ടി. അങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് രാവണൻ പറയുകയാണ്, ദേവന്മാർക്ക് പോലും ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ആ മാരുതി, ആ ഹനുമാൻ ഇവിടെ ഒന്ന് ചെയ്തതൊക്കെ, അതൊക്കെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് എനിക്ക് നാണക്കേടല്ലേ? ഒരു കുരങ്ങൻ ഇവിടെ വന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ജീവനോട് തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങള് മറ്റുള്ളവരറിയില്ലേ? ഈ മാരുതി ഇവിടെ വന്ന് ചെയ്ത കർമ്മങ്ങളൊക്കെ ലോകരറിയുമ്പോൾ എന്തൊരു മോശമായിപ്പോയി എനിക്ക്. മന്ത്രിമാരോട് പറയുകയാണ്, ആർക്കും
ഇതിനകത്തേക്ക് കടന്നു വരാൻ യാതൊരു ധൈര്യവുമില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു വാനരൻ അവന് ശക്തിയോടെ ഇവിടെ കയറിയതും ആ ജാനകിയോട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതും. എന്നിട്ടോ ആ ഉദ്യാനം മുഴുവൻ, എന്നാൽ അവനിതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയിരുന്നാലും കുഴപ്പമില്ല, സീതയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയാലും കുഴപ്പമില്ല, ആരും അറിയാതെ. ഇത് അവനവിടെ വന്നിട്ടോ ആ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യാനമാണ്, ആ ഉദ്യാനം മുഴുവൻ അടിച്ച് തകർത്തു. ഇത്ര വർഷത്തെ പരിശ്രമമാണ് നമ്മുടെ അങ്ങനെ ഒരു ഉദ്യാനം ഉണ്ടാക്കാനായിട്ട്. ആ ഉദ്യാനം മുഴുവൻ അവൻ തകർത്ത് കളഞ്ഞു. അത് മാത്രം എന്തുമാത്രം രാക്ഷസന്മാരെയാണ് അവൻ വധിച്ചത്. മാത്രമല്ല എൻ്റെ പുത്രനായിട്ടുള്ള അക്ഷകുമാരനെ അവൻ വധിച്ചു എന്നൊക്കെ പറയണേ. അത് മാത്രമല്ല ആ ലങ്കയും ചുട്ടുപൊട്ടിച്ചു. ആ ലങ്ക മുഴുവനും അവൻ ചുട്ടു ചാമ്പലാക്കി കളഞ്ഞു. എന്നിട്ടോ ആ സമുദ്രം ലംഘനം ചെയ്തു. ഒരു കുഴപ്പവും ഒരു പേടിയും ഇല്ലാതെ 100 യോജന സമുദ്രം അവൻ ചാടിക്കടന്നു. ഇവൻ ആരാണ് എന്നൊക്കെ ആലോചിക്കുകയാണ്. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. അവന് യാതൊരു സങ്കടവും ഇല്ലാതെ എല്ലാം ചെയ്തിട്ട് ഇത്രയൊക്കെ നശിപ്പിച്ചിട്ട് അവനൊരു കുഴപ്പവും കൂടാതെ അവരോടൊന്ന് പൊടിയും തട്ടി അങ്ങ് പോയി എന്നാണ് രാവണൻ പറയുന്നത്. ഇപ്പോഴാണെങ്കിലോ ആ കപികുല സേന മൊത്തം, വാനരന്മാരുടെ സേന മൊത്തവും പിന്നെ രാമനും ഇതിൻ്റെ നേരെ അപ്പുറത്തെ തീരത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയാൻ പറയുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ട സമയത്തൊക്കെ നല്ല നല്ല ഉപദേശങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് എന്താണ് നല്ലത് എന്നുള്ള കാര്യം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, അതിങ്ങനെ ആ രാവണന്റെ ആ ഒരു സംശയമൊക്കെ കേട്ടപ്പോഴത്തേക്കും അവർ പറയുകയാണ്, നന്നെത്രയും ഓർത്തോളമുള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്ത് ഭവിച്ചതു മാനസേ. എന്തിനാണ് രാവണ അങ്ങ് ഇത്രയും വിഷമിക്കുന്നത്, സങ്കടപ്പെടുന്നത് എന്തിനാണ്? ലോകങ്ങൾ മുഴുവൻ ജയിച്ചതല്ലേ ഭഗവാൻ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അത് മാത്രമല്ല, ഈ മനുഷ്യനായിട്ടുള്ള രാമങ്കൽ നിന്ന് ഭയം തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. ആ രാമനോട് അങ്ങേക്ക് ഇത്രയും ഒരു എന്താ പറയാ ഭയം ഉണ്ടായത് ഞങ്ങൾക്കത് ഓർക്കുമ്പോൾ വളരെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പ്രഭു, അവിടുത്തെ പുത്രനായിട്ടുള്ള മേഘനാഥനല്ലേ ആ ഇന്ദ്രനെ യുദ്ധത്തില് ദേവലോകത്തിൽ പോയി പരാജയപ്പെടുത്തിയത്? അന്നു മുതലല്ലേ അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്നുള്ളൊരു പേര് പോലും കിട്ടിയത്? അങ്ങ് ആ വൈശ്രവണനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ടല്ലേ ആ പുഷ്പകമായിട്ടുള്ള ആ വിമാനം അങ്ങ് സ്വീകരിച്ചത്? ഈ കാലനെ പോരിൽ ജയിച്ച ഭവാന് എന്തിനാണ് ഇത്ര ഭയം? ഹുങ്കാര മാത്രമാണ് തന്നെ വരുണനെ സങ്കരത്തിൽ ജയിച്ചില്ലയോ ഭഗവാൻ ഒരു അലർച്ചയിൽ തന്നെ വരുണൻ തോൽവി സമ്മതിച്ചതല്ലേ? മറ്റുള്ള ദേവകളെ പറയണമോ? പറ്റലരാരും മറ്റുള്ളത് ചൊല്ലു നീ. അപ്പോ മറ്റുള്ള ദേവകളുടെ കാര്യം പറയണോ അത് ചോദിക്കുകയാണ്. മാത്രോ ആ മഹാസുരനായിട്ടുള്ള ആ മയൻ അങ്ങയെ പേടിച്ചിട്ടല്ലേ ആ കന്യകാരത്നത്തിനെ അങ്ങക്ക് വിവാഹം കഴിച്ചു തന്നില്ലേ? മാത്രോ ആ കൈലാസ ശൈലം ഇളക്കിയെടുത്ത് അമ്മാനമാടിയത് കാരണമല്ലേ ആ കാലാരി മഹാദേവൻ ആ ചന്ദ്രഹാസത്തെ അങ്ങക്ക് നൽകിയില്ലേ? പിന്നെ എന്തിനാണ് അങ്ങ് ഇത്രയും വിഷമിക്കുന്നത്? അങ്ങയെ പോലെ ഇത്ര ധീരനും ശൂരനും പരാക്രമിയായിട്ടുള്ള ഒരു രാജാവ്, ഒരു ചക്രവർത്തി ഈ ത്രിലോകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാണ് അങ്ങക്ക് ഇത്രയും ഭയം? ഈ 3 ലോകത്തിലുള്ളവരും
അങ്ങയുടെ ബലം കണ്ട് ഭീതിയോടുകൂടിയല്ലേ ഇരിക്കുന്നത്. ഇത് വീണ്ടും അവർ പറയാണ്, ഈ മന്ത്രിമാര് പറയുകയാണ്, മാരുതി ഇവിടെ വന്ന് ചെയ്ത കർമ്മങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ഓർക്കുമ്പോൾ നാണക്കേടാണ്. നമ്മളൊന്ന് ഉപേക്ഷിച്ചത് കാരണം കൊണ്ടാണ് അവൻ ഇവിടുന്ന് പോയിക്കളഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജീവനോടെ പോകുകയില്ലായിരുന്നു. അതുകൊണ്ട് മാനമോട് ഇന്നിനി ഞങ്ങളിൽ ഏകനെ മാനസെ കൽപ്പിച്ചയക്കുന്നതെന്നാകലോ. ഇനിയിപ്പോൾ അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ, ഞങ്ങളെ ആരെങ്കിലും ഒരാളെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആക്കി നിന്നിട്ട് അങ്ങ് ഞങ്ങളെ വിട്ടോളൂ. അങ്ങനെ ആണെങ്കിൽ ഭൂമിയിൽ പിന്നെ ഒരു മനുഷ്യജാതിയും കാണുകയില്ല, വാനരജാതിയും ഉണ്ടാകുകയില്ല. ആ മനുഷ്യജാതിയിലുള്ള രാമനെയും പരിവാരങ്ങളെയും അതുപോലെ വാനരജാതിയിൽപ്പെട്ട ആ മാരുതിയെയും സുഗ്രീവനെയും പോലുള്ള ആൾക്കാരെ എല്ലാവരെയും പിന്നെ അങ്ങനെ ഒരു വംശം തന്നെ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ആ കാര്യത്തിൽ ഞങ്ങളൊരു ഉറപ്പങ്ങയ്ക്ക് തരുന്നു എന്നൊക്കെ രാവണനോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അടുത്തത് രാവണൻ കുംഭകർണനുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. കുംഭകർണൻ 6 മാസത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉണർന്നിരിക്കുന്ന ഒരു സമയം. അങ്ങനെ കുംഭകർണനെ ഒരു സിംഹാസനത്തിലൊക്കെ ഇരുത്തി സംസാരിക്കുകയാണ്. എല്ലാം അനുജനോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോ അവന്റെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുംഭകർണൻ യഥാർത്ഥത്തിൽ ഒരു പേടിയാണ് ഉണ്ടായത്. പറയാണ്, ഭൂമിയിൽ അതായത് ജീവിച്ചു ഉൾത്താലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധിപനോട് ചൊല്ലിയിടിനാൽ ഒരു പേടിയുണ്ടായപ്പോ ആ രാക്ഷസ രാജാവിനോട് പറയുകയാണ്, ജീവിച്ചു ഭൂമിയിൽ വാഴുക എന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നത് നല്ലതും. നന്നായിട്ട് ജീവിക്കുകയാണെങ്കിലാണ് ഒരു ദേവന തുല്യം നമുക്ക് ഉയരാൻ സാധിക്കും ഭൂമിയിൽ. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. ഇത് ഇപ്പോ രാവണ അങ്ങ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇത് അങ്ങയ്ക്കൊട്ടും നല്ലതിനല്ല, ഇത് അങ്ങയുടെ പ്രാണഹാനി തന്നെ സംഭവിക്കും ഇതുകൊണ്ട് എന്ന് പറയുകയാണ്. രാവനെങ്ങാനും ഭവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഈ ഭൂമിയിൽ വാഴാനായിട്ട് സമ്മതിക്കുകയില്ല, പിന്നെ അങ്ങ് ഈ ഭൂമിയിൽ കാണില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് എന്ന് ആ രാമനെ സേവിച്ചു കൊള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, രാമനെ നിത്യമായ രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീമൻ മഹാവിഷ്ണു നാരായണൻ പരൻ. രാമന് ആരാണെന്നാണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത്? സാക്ഷാൽ മഹാവിഷ്ണുവാണ് ആ രാമനായിട്ട് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. ആ സീതയായിട്ട് വന്നിട്ടുള്ളത് സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ്. ആ ലക്ഷ്മി ഭഗവതിയുള്ള ഇവിടെ ഭൂമിയിൽ വന്ന് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത് തന്നെ അവിടുത്തെ നാശത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം രാവണ. മോഹേന കുറച്ച് ഉദാഹരണം പറയാണ് ഇവിടെ. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നതോ. വേടന്മാര് വേട്ടയാടാൻ വരുന്ന സമയത്ത് അവർ ചില നാദങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അപ്പൊ ആ നാദത്തിന്റെ ആ ഒരു സൗന്ദര്യത്തിൽ, ആ ഒരു സംഗീതത്തില് മൃഗങ്ങൾ ഇങ്ങനെ ലയിച്ചിങ്ങനെ നിൽക്കും ആ നാദം കേൾക്കുമ്പോ. അപ്പൊ എന്ത് ചെയ്യും? ആ സമയത്ത് നോക്കി വേടൻ അമ്പെയ്ത് ആ മൃഗങ്ങളെ വധിക്കും. അതുപോലെ അങ്ങയുടെ വധമായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്നത്. അത് വേട്ടയാടുന്നത് പോലെ അങ്ങയെ വേട്ടയാടും. ഒരു വേടൻ വേട്ടയാടുന്ന പോലെ അങ്ങയും വേട്ടയാടും. അതുകൊണ്ട് ആ മൃഗങ്ങള് നാദം കേട്ടിട്ട് ഭ്രമിച്ചു നിൽക്കുന്നത് പോലെ അങ്ങ് ഇങ്ങനെ നിൽക്കരുത്. അതുപോലെ തന്നെ മീനുകൾ എന്താ പറയാ, ആ ഒരു രസത്തില് എന്തെങ്കിലും ഒരു സാധനം കോർത്ത് ഇട്ട് കൊടുക്കും. അതിലേക്ക് കയറി പിടിക്കും, മീൻ കയറി പിടിക്കും. അതോടുകൂടി അത് വിഴുങ്ങി അതിൻ്റെ ജീവൻ ആപത്താകുന്നു. അതുപോലെ ശലഭങ്ങൾ അഗ്നിയെ കണ്ട് മോഹിക്കുന്നു.
അവരും അതുപോലെ തന്നെ മരിക്കുന്നു. അപ്പോൾ ഇതൊരു ശലഭം മരിച്ചു വീണ കണ്ടു കഴിഞ്ഞാലെങ്കിലും അടുത്ത ആള് പോകാതിരിക്കണം. പക്ഷെ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത ശലഭവും പോകുന്നു. അപ്പൊ അങ്ങനെ അതിന്റെ മൃത്യു ഭവിക്കുന്നു. അതുകൊണ്ട് ഈ ജാനകിയെ കണ്ട് മോഹിക്കുക കാരണം ജാനകിയെ കണ്ട് അങ്ങ് മോഹിച്ചു. അതുകൊണ്ട് അങ്ങേക്ക് പ്രാണവിനാശനം അകപ്പെടും. അതുകൊണ്ട് നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിന് കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതോ വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. എന്നിട്ട് ഇവിടെ ഒരു തത്വവും കൂടെ ഇവിടെ പറയുകയാണ്. ഇത് അങ്ങേക്കറിയാം, ഇത് നല്ലതല്ല, ഇത് മോശമാണെന്നൊക്കെ അറിയാം അല്ലേ. പക്ഷെ അങ്ങയുടെ മനസ്സാണ് ഇതിനൊക്കെ കാരണം. അത് മനസ്സ് എങ്ങനെയാ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാല് മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടാണ് അങ്ങയുടെ മനസ്സിൽ ഇതുപോലുള്ള ദുർബുദ്ധികളൊക്കെ തോന്നുന്നത്. ഈ കഴിഞ്ഞ ജന്മത്തിലുള്ള വാസന നീക്കരുത് ആർക്കുമേ, ഇതാർക്കും നീക്കാനായിട്ട് സാധ്യമല്ല എന്ന് പറയുകയാണ്. അത് എന്താ പറയാ, പഠനം കൊണ്ടൊന്നും അതിൽ ആ വാസന ഇല്ലാണ്ടാവുകയില്ല. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും, അതായത് അത് അറിവുള്ള ആ ദിവ്യന്മാർക്ക് പോലും ആ വാസനയിൽ നിന്ന്, കഴിഞ്ഞ ജന്മത്തിലെ മുജ്ജന്മ വാസനകളിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല അറിവുള്ളവർക്ക്. പിന്നെ അജ്ഞാനികളുടെ കാര്യം പിന്നെ പറയണമോ എന്ന് പറയുകയാണ്. എന്തായാലും നീ കാട്ടിയതല്ല വളരെ മോശമാണ് രാവണ. അതും നീ കാരണം നാട്ടിലുള്ള മറ്റുള്ള ജനങ്ങൾക്കും കൂടി ആപത്ത് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ദേവിയെ, സീതയെ രാമനായിക്കൊണ്ട് സമർപ്പിക്കൂ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഇനി ജാനകിയെ ഇവിടെ തന്നെ ഇരുത്താം, ജാനകിയുടെ മനസ്സ് മാറ്റാം എന്നൊക്കെയാണ് അങ്ങ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങയുടെ ശരീരം രാമൻ വന്ന് വധിക്കും, അങ്ങയെ വധിക്കുന്നതായിരിക്കും. ഇത് വീണ്ടും പറയുകയാണ്, ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിയിടും ആപത്ത് നിർണയമോർത്ത് കാണും. അങ്ങ് ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പുരുഷന്മാർക്ക് ആപത്ത് വന്ന് നേരിടുന്നതാണ്. അതുകൊണ്ട് അങ്ങ് ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നും അങ്ങയുടെ ശ്രദ്ധയെ മാറ്റൂ എന്ന് പറയുകയാണ്. അപ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇന്ദ്രാരിയാം കുംഭകർണോത്ത് കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടുനാനാദരാൽ. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ ഇന്ദ്രജിത്ത് പറയുകയാണ്, മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശുപരിവാനേ ചെയ്യില്ലെന്ന് ആശരാധീശനോട് ചൊല്ലിയിടാൻ പറയുകയാണ്. അങ്ങ് വിഷമിക്കണ്ട അച്ഛ, ഞാൻ ഈ രാമനെയും അതുപോലെ രാക്ഷസപ്പടയെ മുഴുവൻ ഒടുക്കി വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങെനിക്ക് അതിനുള്ള അനുവാദം നൽകിയാലും ഞാൻ ഇപ്പോൾ തന്നെ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടുന്ന് ഇന്ദ്രാരിയായിട്ടുള്ള മേഘനാഥൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് രാവണ വിഭീഷണ സംഭാഷണം നടക്കുന്നത്. ഒരു ഭക്തോത്തമനായിട്ടുള്ള ആളാണ് ഈ വിഭീഷണൻ. അപ്പോൾ ആ വിഭീഷണൻ വന്നിട്ട് രാവണന് കുറച്ച് ഹിതോപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. പക്ഷെ രാവണൻ അതൊന്നും കേൾക്കുന്നതായിട്ട് പോലും അവിടെ നടിക്കുന്നില്ല. ഇപ്പൊ രാവണൻ പറയുകയാണ്, വിഭീഷണൻ അവിടെ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ രാവണൻ അദ്ദേഹത്തെ അനുജനാണല്ലോ, അപ്പോൾ താൻ ഇരിക്കുന്ന ആ സിംഹാസനത്തിന്റെ അടുത്ത് തന്നെ വിളിച്ചിരുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞു, രാക്ഷസാധീശ്വര വീരാദശാനന കേൾക്കണം എന്നുടെ വാക്കുകൾ ഇന്നു നീ. രാക്ഷസാധീശ്വര, അല്ലയോ രാക്ഷസേശ്വര, വീര ദശാനന, അതുകൊണ്ട് അങ്ങ് എൻ്റെ വാക്കുകളൊക്കെ, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കണം. നല്ലത് ചൊല്ലിത്തരണം ബുധജനം. അതായത് നല്ല കാര്യങ്ങൾ വേണം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
എന്നിട്ട് പറയാണ്, യുദ്ധത്തിന് ആരുള്ളതോർക്ക നീരാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. ജ്യേഷ്ഠ, അങ്ങ് ഒരു കാര്യം ഓർക്കണം. ഈ രാമനോട് യുദ്ധം ചെയ്യാനായിട്ട് ഈ 3 ലോകത്തിലും അതിന് കഴിയുന്ന ഒരാള് പോലുള്ള ജ്യേഷ്ഠ. മത്തനുൻ മത്തൻ മൃഗസ്ഥൻ വികടനും, അങ്ങനെ കുറച്ച് ആ ഒരു രാക്ഷസന്മാരുടെ പേര് പറയുകയാണ്. കുംഭകർണൻ, ജംബുമാലി, മൃദംഗൻ, അങ്ങനെ ഇതൊക്കെ പറയാണ്. പിന്നെ ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രനഷ്ടാതിവീരനും യൂപാക്ഷനും ശോണിതാക്ഷനും, പിന്നെ അങ്ങനെ ആ വിരൂപാക്ഷൻ, മകരാക്ഷൻ, അങ്ങനെ എല്ലാവരും പേര് പറയുകയാണ്. ഇനി ഇന്ദ്രജിത്ത് ആണെങ്കിൽ കൂടെ ആർക്കും തന്നെ രാമനോട് നേരെ പൊരുതി ജയിക്കാൻ ആവില്ല ജ്യേഷ്ഠ. രാമൻ, അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനല്ല അങ്ങ് കരുതുന്ന പോലെ. അദ്ദേഹം ദേവേന്ദ്രനുമല്ല, അഗ്നിദേവനുമല്ല, വൈവസ്വത മനുവുമല്ല, നിരുതിയുമല്ല, പാശിയുമല്ല, ജഗൽപ്രാണനല്ല, അത് വായുദേവനുമല്ല എന്നാണ് പറയുന്നത്. വിത്തേജനുമല്ല, അവനീശാനനുമല്ല, പിന്നെയോ മേധാവ് ബ്രഹ്മദേവനുമല്ല, ഭുജംഗാധിപനുമല്ല, ആദിത്യ രുദ്ര വസുക്കളല്ല, ആദിത്യനും രുദ്രനും വസുക്കളുമൊന്നുമല്ല, സാക്ഷാൽ ആ മഹാവിഷ്ണു തന്നെയാണ്. ആ മഹാവിഷ്ണു തന്നെ രാമനായിട്ട് അവതരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്, ഭൂമിയിൽ വന്നിരിക്കുകയാണ്. ആ ഭൂമിയിലുള്ള ദുഷ്ടന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ആ മഹാവിഷ്ണു തന്നെ ആ രാമന്റെ ആ ഒരു അവതാരം എടുത്തിരിക്കുകയാണ്. ആ ഭഗവാൻ തന്നെയാണ് ഈ കാണുന്ന സമസ്ത പ്രപഞ്ചത്തിന്റെയും സൃഷ്ടി, സ്ഥിതി, ലയ കാരണൻ. പണ്ട് ആ ഹിരണ്യാക്ഷനെ കൊല ചെയ്തത് അങ്ങ് കേട്ടിട്ടില്ലേ? പന്നിയായിട്ട് വന്നിട്ട് ആ ഹിരണ്യാക്ഷനെ കൊന്നത് ഈ മഹാവിഷ്ണു തന്നെയാണ്. അതുപോലെ തന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് ഹിരണ്യകശിപു എന്ന ലോകൈക വീരനെ വധിച്ചത്, ഈ പ്രപഞ്ചത്തിൽ 3 ലോകത്തിലും ധർമ്മം നടത്തിയതും ഈ മഹാവിഷ്ണു തന്നെയാണ്. ഇനി ഈ ലോകൈക നായകൻ തന്നെയാണ് വാമനമൂർത്തിയായിട്ട് വന്ന് ലോകത്രയം ബലിയോട് വാങ്ങിയിടനാൾ. അതായത് 3 ലോകങ്ങളും ബലിയോട് വാങ്ങിച്ചത് ഈ മഹാവിഷ്ണു തന്നെയാണ്. 21 പ്രാവശ്യം ആ ക്ഷത്രിയന്മാരെ വധിച്ച് ഇവിടെ ധർമ്മം പുനഃസ്ഥാപിച്ചതും ഈ ഭഗവാൻ തന്നെയാണ്. ആ മഹാവിഷ്ണു തന്നെയാണ് ഇതിപ്പോ ദശരഥന്റെ പുത്രനായിട്ട് വന്നത്. നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടുന്നു, നിന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ആ മഹാവിഷ്ണു ഇപ്പം ഇവിടെ രാമന്റെ ആ ഒരു രൂപത്തിൽ ഇവിടെ വന്ന് അവതാരം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സത്യസങ്കല്പനായിട്ടുള്ള ഈശ്വരന്റെ ആ ഒരു മതം ഒരിക്കലും വെറുതെ ആയി വരികയില്ല. അതുകൊണ്ട് എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില്ലെന്ന് ചൊല്ലിയിടുവാൻ സേവപ്പവർക്ക് അഭീഷ്ടഭയത്തെ കൊടുപ്പോരും ദേവനവൻ കരുണാകരൻ ദേവനും. അപ്പൊ സേവിപ്പവർക്ക് അഭയത്തെ കൊടുക്കും. സേവിക്കുന്നവർക്കൊക്കെ അഭയം കൊടുക്കുന്ന ആ കരുണാമയനാണ് ഭഗവാൻ. ഭക്തപ്രിയനാണ്, പരമനാണ്, പരമേശ്വരനാണ്. ആ ഭക്തിയും മുക്തിയും നൽകുന്ന ജനാർദ്ദനാണ്, ആശ്രിത വത്സലനാണ്. അങ്ങനെയുള്ള ആ ഇന്ദിരാവല്ലഭനായിട്ടുള്ള ഭഗവാൻ. അതുകൊണ്ട് ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ ഭക്തിയോടുകൂടി ആ ഭഗവാനെ ചെന്ന് സേവിക്കൂ, ഭഗവാനോട് ചെന്ന് അഭയം പ്രാപിക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ട് ആ സീതാദേവിയെ കൊണ്ടുപോയി ആ ഭഗവാന്റെ പാദകമലങ്ങളിൽ വെച്ച് നമസ്കരിക്കൂ എന്ന് പറയുകയാണ്. കൈതൊഴുതിട്ട് രക്ഷിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അപരാധങ്ങളും ഭഗവാൻ ക്ഷമിക്കും.
തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. അങ്ങനെ ചെയ്ത അപരാധങ്ങളൊക്കെ പറഞ്ഞാൽ, മാപ്പപേക്ഷിച്ചാൽ, രാവണ അങ്ങ് ചെയ്തതെല്ലാം ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് മറന്ന് അങ്ങേക്ക് മാപ്പ് നൽകും, അങ്ങേക്ക് അഭയം നൽകും. നമ്മുടെ തമ്പുരാനോളം കൃപ മറ്റൊരുവർക്കും മറ്റൊരു ദേവന്മാർക്കുമില്ല എന്ന് പറയുകയാണ്. കാട്ടിൽ പോയ സമയത്ത് ആ താടകാവനത്തിലെത്തിയപ്പോൾ ആ ഘോര രാക്ഷസിയായിട്ടുള്ള താടകയെ വധിച്ചത് ഈ രാമൻ തന്നെയാണ്. അതുപോലെ തന്നെ ആ വിശ്വാമിത്രന്റെ യാഗരക്ഷയുടെ സമയത്ത് സുബാഹുവിനെ വധിച്ചതും ഈ രാമൻ തന്നെയാണ്. കല്ലായിരുന്ന അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതും ഈ രാമൻ തന്നെയാണ്. ത്രയംബകം വില്ലൊടിച്ച് ആ സീതാദേവിയെ വിവാഹം കഴിച്ചതും ഈ രാമൻ തന്നെയാണ്. അതുപോലെ മാർഗമധ്യത്തില് വഴിയില് ഇടയിൽ വന്ന് തടസ്സപ്പെടുത്തിയ ഭാർഗവരാമനെ ജയിച്ചതും ഈ രാമൻ തന്നെയാണ്. അങ്ങനെ സീതയുമായിട്ട് പോകുന്ന സമയത്ത് മാർഗമധ്യത്തില് ആക്രമിക്കാമെന്ന ആ വിരാധനെ കൊന്നതും ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനായുള്ള അതിശക്തനായിട്ടുള്ള ബാലിയെ കൊന്നതും ഈ മന്നവനായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള ഈ രാമൻ തന്നെയാണ്. അർണവം ചാടിക്കടന്നിവിടേക്ക് വന്ന അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്യയ്ക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നാഹന്ത തോന്നുന്നത് ഇങ്ങനെ. നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ തന്വങ്കി തന്നെ കൊടുക്ക മടിയാതെ. ആ മാരുതി ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തെങ്കിൽ എന്തൊക്കെയോ ആ ദുർനിമിത്തങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് രാവണ. അതുകൊണ്ട് സജ്ജനങ്ങളോട് അങ്ങ് ഇതുപോലെ പെരുമാറിയിട്ടാണ് ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ ഇപ്പോൾ ആ ലങ്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സജ്ജനങ്ങളോട് വൈരമൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ധാരാളം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ ഒരു തീരുമാനവും രാവണന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പറയാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. ഇത് നമ്മളോടും കൂടിയുള്ള ഒരു ഉപദേശമാണ്. വാൽമീകി മഹർഷി പറയുകയാണ്, വിഭീഷണനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ. അതായത് നമുക്ക് എന്താ പറയാ, നല്ല ഒരു സമയത്ത് ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കാണും. അപ്പോൾ നമ്മളെ തന്നെ മതിമറക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്നെന്ത് കാര്യമാണ്, എല്ലാവർക്കും എന്നെ ഇതൊരു ഇഷ്ടമാണ്, ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉടനെ ഓടി വരും. എന്തുകൊണ്ടാണ്? ഇപ്പം നല്ല സമയമാണ്, അവനെ ഒട്ടി നിന്ന് അവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കിട്ടും എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് വരുന്നത്. പക്ഷേ ഇത് ആരും മനസ്സിലാക്കുന്നില്ല, നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. നമുക്ക് കഷ്ടകാലം വരുന്ന സമയത്ത് ഈ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരും കാണുകയില്ല എന്നാണ് പറയുന്നത്. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം. ഇഷ്ടം പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. പക്ഷെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആപത്തിലേക്ക് തള്ളിവിടാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കാണും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ആരുണ്ടാകും? നമ്മളും ഈ വന്ന ഒരു പ്രശ്നവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങയുടെ ദുർനയം കൊണ്ട് അങ്ങ് ഈ ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇത് ഈ അങ്ങയുടെ നാടിന് തന്നെ ആപത്താണ്. അതുകൊണ്ട് രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ടത് കൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. അങ്ങ് ആ രാമന്റെ ശരമേറ്റ് മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ടാണ് അങ്ങേക്ക് ഞാനിതൊക്കെ പറഞ്ഞു തന്നത് എന്ന് പറയുകയാണ് വിഭീഷണൻ. അങ്ങനെ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ആ സീതാദേവിയെ കൊണ്ട് രാമനെ തിരികെ ഏൽപ്പിക്കൂ എന്ന് പറയാണ്. മാലിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക് നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം. പമ്പനോടിട്ടാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാലാരും ശരണമില്ലെന്നറിയണം. രാവണ, ഒരു കാര്യം ഓർക്കണം, ശ്രീരാമനോട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ മറ്റൊരാളും നിന്റെ കൂടെ നിൽക്കില്ല, നിനക്കൊരു അഭയവും കിട്ടുകയില്ല എന്ന് നീ ഓർത്തുകൊള്ളണം. അതിൽ നീ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, നിനക്ക് ചന്ദ്രഹാസമൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് മഹാദേവനൊക്കെ നിന്റെ കൂടെ കാണുമെന്ന് നീ വിചാരിക്കണ്ട. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ശരണം ഈ ലോകത്തിൽ മറ്റാരും ഇല്ലെന്ന് നീ അറിയണം. ആ പങ്കജനേത്രനെ, ആ ഭഗവാനെ സേവിച്ചു വാഴുകയാണ് ശങ്കരനും അതുപോലെ തന്നെ ആ ബ്രഹ്മദേവനും സകല ദേവന്മാരുമൊക്കെ. അതുകൊണ്ട് രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല. നീ ജയിക്കൂ, പക്ഷേ ആ മഹേശ്വരനോട് നീ പിണങ്ങാതെ. അതുകൊണ്ട് ആ കൊണ്ടൽ നേർ വർണ്ണന് നീ ആ സീതയെ കൊണ്ട് കൊടുത്ത് സുഖമായിട്ട് വസിക്കൂ എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് നിനക്ക് യാതൊരുവിധ സംശയവും വേണ്ട. ഒരു സംശയവുമില്ലാതെ തന്നെ ആ ദേവിയെ കൊണ്ടുപോയി കൊടുക്കൂ, രാമനിൽ കൊണ്ട് ഏൽപ്പിക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാക്ഷസ വംശം ഇവിടെ നിലനിൽക്കും, അല്ലെങ്കിൽ രാക്ഷസ വംശം അങ്ങയാൽ തന്നെ മുടിഞ്ഞു പോകുമെന്ന് പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ആ ദശാസ്യന് വളരെ ദേഷ്യമായി. രാവണൻ ക്രുദ്ധനായിട്ട് സോദരനോട് പറയുകയാണ്, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും മിത്രഭാവത്തോടരികേ മരുവിന ശത്രുക്കളാകുന്നതേവനും മൃത്യുവരുത്തും അവരെന്നു നിർണയം. അല്ലയോ ഭീഷണ, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്, മിത്രഭാവത്തോട് അരികെ മരുവിനെ ശത്രുക്കളാകുന്നത് ഏവനും മൃത്യുവരുത്തും അവരെന്ന് നിർണയം. യഥാർത്ഥത്തിൽ ശത്രുക്കളല്ല നമുക്ക് ശത്രുക്കളായിട്ട് വരുന്നത്, നമ്മുടെ കൂടെ മിത്രഭാവത്തോടെ ഇരുന്നിട്ട് അവരവസരം വരുമ്പോൾ ശത്രുത, അല്ലെങ്കിൽ ആ ശത്രു തന്നെ, അതായത് നമ്മുടെ മിത്രമായിട്ടിരിക്കുന്ന ശത്രു തന്നെ നമ്മളെ വധിക്കും. അതായത് ഭീഷണൻ അപ്പുറത്തെ രാമന്റെ കൂടെ ചേർന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മിത്രഭാവത്തിൽ ഇരുന്ന് ചതിക്കാനായിട്ടിരിക്കുക എന്നാണ് ഇവിടെ രാവണൻ പറയുന്നത്. അപ്പോ നീ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ വധത്തിന് അർഹനാണ്. അപ്പൊ വിഭീഷണൻ പറയുകയാണ്, മൃത്യുവശകതനായ പുരുഷനോ, മരിക്കാൻ കിടക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഔഷധങ്ങളും സിദ്ധ ഔഷധങ്ങളും അയാൾ കേൾക്കുകയില്ല. അതുകൊണ്ട് ഇവനോട് ഇനി പ്രത്യേകിച്ച് കാര്യം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ഇനി ശ്രീരാമദേവ പാദാംഭോജം, ആ ഭഗവാനല്ലാതെ എനിക്കിനി മറ്റൊരു ശരണമില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ കാൽക്കൽ ചെന്ന് വീണ് ഞാൻ ആ ഭഗവാനെ നമസ്കരിക്കുകയാണ്. എനിക്ക് ഇനി ഭഗവാന്റെ കൂടെ ജീവിച്ചാൽ മതി, ഭഗവാനല്ലാതെ മറ്റൊരു ശരണമില്ല. ഉടൻ തന്നെ 4 അമാത്യന്മാരുമായിട്ട് അവിടുന്ന് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ആ ഭഗവാന്റെ പാദാംബുജം മാനസത്തെങ്കിലും ഉറപ്പിച്ചിട്ടു ആ അഗ്രജന്റെ പദത്തില് ആ കാൽക്കൽ വീണു. ആ രാവണന്റെ കാൽക്കൽ വീണ് അദ്ദേഹം നമസ്കരിച്ചു. അപ്പൊ കോപിച്ചുകൊണ്ട് രാവണൻ പറയുകയാണ്, ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ, നീയല്ലേ എനിക്ക് ആപത്ത് വരുത്തുന്നത്. എങ്കിൽ നീ തന്നെ പെട്ടെന്ന് എന്ന് രാമനെ പോയി സേവിച്ചോളൂ. എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ദുഃഖവും ഒന്നുമില്ല. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ
എൻ്റെ ചന്ദ്രഹാസമായിരിക്കും നിന്നോട് ഇനി സംസാരിക്കുന്നുണ്ടാകുന്നത്. എൻ്റെ ചന്ദ്രഹാസന് ഭോജനമായിട്ട് വരും നീയടോ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ വിഭീഷണൻ ആകെ സങ്കടമായി. അദ്ദേഹം പറയുകയാണ്, ഭഗവാനെ, രാവണൻ ജ്യേഷ്ഠ, അങ്ങ് എൻ്റെ അച്ഛന് തുല്യനാണ്. ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അച്ഛന് തുല്യനാണ്. അങ്ങിപ്പോ എന്നോട് പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്. ശരി, ഞാൻ ഇറങ്ങിപ്പോകാം. അങ്ങയുടെ ആജ്ഞ അനുസരിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകാം. ഇനി എന്നെ കൊണ്ട് അങ്ങേക്കൊരു സങ്കടവും ഉണ്ടാകില്ല. ശരി, ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. അങ്ങ് പുത്രന്മാരോടും ഭാര്യമാരോടും ഒക്കെ കൂടി സുഖമായിട്ട് ഇവിടെ വസിച്ചോളൂ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലേ കാലിയും സീതാഭിധാനേന ജാതയായിരുന്നാൾ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന ആമോദമോടെ ഇങ്ങ് വന്നാൽ ഇരുവരും. രാവണ, അങ്ങയെ മൂലത്തോടു കൂടെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാലൻ തന്നെയാണ് ദശരഥ മന്ദിരേ രാമനായി ജാത. അങ്ങയുടെ കാലനാണ് ആ രാമൻ. ദശരഥന്റെ പുത്രനായിട്ട് ജനിച്ച രാമൻ എന്ന് പറയുന്നത് അങ്ങയുടെ കാലനാണ്. അതുകൊണ്ട് അങ്ങ് ഇനിയെങ്കിലും ആ രാമനെ പോയി അഭയം പ്രാപിക്കൂ. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങ് ഭഗവാനുള്ളിൽ ഏൽക്കുന്നത് പ്രഭോ? അപ്പോ അങ്ങയുടെ കാലനാണ് രാമൻ. അതുകൊണ്ടാണ് അങ്ങക്ക് ഹിതം വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടും അങ്ങയുടെ ഉള്ളിലേക്ക് ഇതൊന്നും കയറാത്തത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം രാവണ, അങ്ങേ കൊല്ലാൻ വേണ്ടി മാത്രമാണ് വേധാവ്, അതായത് ആ ബ്രഹ്മദേവൻ അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായ നിർണയം. ആ മഹാവിഷ്ണു ആ ബ്രഹ്മദേവന്റെ അപേക്ഷ പ്രകാരമാണ് രാമനായിട്ട് ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്ന് അവതരിച്ചിരിക്കുന്നത്. പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കുമോ? പിന്നെ അത് അങ്ങനെ അല്ലാതെ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി. ഞാൻ ഈ രാക്ഷസവംശം നശിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ഞാൻ ആ രാമനെ പോയി ശരണം പ്രാപിക്കാൻ പോവുകയാണ് എന്ന് രാവണനോട് വിഭീഷണൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ശ്രീരാമന്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. അദ്ദേഹം ധാരാളം നല്ല നല്ല ഉപദേശങ്ങളാണ് പറഞ്ഞത്. ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ ഘട്ടകാലത്ത് ഇങ്ങനെ ഇല്ലെന്ന് നിർണയം സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നല്ല സമയത്ത് ഇഷ്ടംപോലെ കൂട്ടുകാർ കാണും, എന്തിനും പരിചാരകന്മാർ കാണും. പക്ഷേ ഒരു കഷ്ടകാലം വരുമ്പോ അറിയാം യഥാർത്ഥത്തിലുള്ള സുഹൃത്തുക്കൾ ആരാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ മന്ത്രിമാരൊക്കെ അങ്ങയോട് പറഞ്ഞു, അതുപോലൊന്നും അങ്ങ് ചെയ്യരുത്, അങ്ങയുടെ പ്രാണൻ ഇല്ലാതെയാകും. രാമൻ എന്ന് പറയുന്ന സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഹിരണ്യാക്ഷനെ വധിച്ചതും ഹിരണ്യകശിപുവിനെ വധിച്ചതും ഒക്കെ ഈ മഹാവിഷ്ണു തന്നെ ഓരോരോ അവതാരമെടുത്താണ്. ഇപ്പോൾ ദാ വേധാവ് ബ്രഹ്മദേവൻ അപേക്ഷിച്ചത് കാരണം അങ്ങയെ വധിക്കുന്നതിന് വേണ്ടി ഇപ്പൊ രാമനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. എന്റെ തമ്പുരാനോളം ക്ഷമയില്ല മറ്റു ആർക്കും. ആ ഭഗവാനോട് ചെന്ന് അപേക്ഷിച്ചാൽ ഭഗവാൻ നീ ചെയ്ത ആ ദോഷങ്ങളെല്ലാം ഭഗവാൻ ക്ഷമിക്കും. അതുകൊണ്ട് സീതാദേവിയെ തിരികെ കൊണ്ട് കൊടുത്തിട്ട് ഭഗവാനോട് മാപ്പപേക്ഷിക്കൂ. ചെയ്ത തെറ്റുകൾ ഏറ്റുപറയൂ, ഭഗവാൻ അത് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞ് ഹിതോപദേശങ്ങളൊക്കെ കൊടുത്തപ്പോ രാവണൻ ആ വിഭീഷണനെ വധിക്കാനാണ് പോയത്. അപ്പൊ പറഞ്ഞു, അങ്ങന്റെ ജ്യേഷ്ഠനാണ്, അങ്ങന്റെ പിതൃതുല്യനാണ്, അങ്ങന്റെ അച്ഛന്റെ തുല്യനാണ്. അതുകൊണ്ട് അങ്ങക്ക് ഞാൻ അനിഷ്ടം വരുത്തുന്നില്ല, അങ്ങയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞാണ് വിഭീഷണൻ ശ്രീരാമന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: യുദ്ധയാത്രയില്
ലക്ഷ്മണനെ എടുത്തിരുന്നത്, അല്ലെ ലക്ഷ്മണൻ ആരുടെ കഴുത്തിലാണ് ഇരുന്നിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതൊരു ഓപ്ഷനും കൂടി പറയാം. മാരുതി, അതായത് ഹനുമാൻ സ്വാമി, സുഗ്രീവൻ, അംഗദൻ, നീലൻ, ഇവരിൽ ആരായിരുന്നു സൗമിത്രിയെ ചുമലിലെടുത്തിരുന്നത്? എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നമസ്കാരം.